ഇന്ന് നമുക്ക് മത്തി ഒന്ന് വറ്റിച്ചെടുക്കാം. മത്തി ഇങ്ങനെ മുറിച്ചെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പകുതി പുളിനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് നമുക്കിതൊന്ന് ചേർത്തെടുക്കാം. ചേർത്ത ശേഷം 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 10-12 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പകുതി സവാള മുറിച്ചതും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 തക്കാളി മുറിച്ചത് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എരിവും ഉപ്പും പുളിയുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 നുള്ളി കടുകിട്ട് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മസാല ഒരുവിധം വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ പുളിനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീനിന് ഉപ്പും പുളിയുമെല്ലാം ഉണ്ടാവുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഈ കറി പുറത്ത് വെച്ചാലും പെട്ടെന്ന് കേടുവരില്ല. 1-2 ദിവസം പുതിയതുപോലെ തന്നെ ഉണ്ടാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി നല്ലതുപോലെ കുറുകിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീനിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ സാധാരണ വറ്റിച്ചെടുക്കുന്ന രീതിയല്ല. ഇതിന് വേറെ തന്നെ ഒരു സ്വാദാണ്. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല സ്വാദാണ്. പിന്നെ വേണമെങ്കിൽ പുട്ടിനും കൂട്ടി കഴിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.